ഞാൻ MKNL കണ്ണൂരിൽ PNB മെറ്റ് ലൈഫിൽ 18 വർഷം ആയി ജോയിൻ ചെയ്തിട്ട്. PNB എന്ന് പറഞ്ഞാൽ പഴയ നാഷണലൈസ്ഡ് ബാങ്കാണ്, സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. മെറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ലെഗസി വിച്ച് ക്രിയേറ്റഡ് 153 years ago. 153 കൊല്ലം പഴക്കമുള്ള കമ്പനിയാണ് മെറ്റ് ലൈഫ്. ഈ രണ്ട് കമ്പനിയും കൂടി ഇതാക്കിയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് 21 years ആയി ഇന്ത്യയിൽ വന്നിട്ട്. അപ്പം നമ്മളീ പ്രോഗ്രാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ RJ അല്ല, മറ്റേ FM റേഡിയോ പ്ലസ് ഇത് മെറ്റ് ലൈഫും കൂടി ചെയ്തതാണ് ഇന്നത്തെ പ്രോഗ്രാം. കൂടുതൽ ബിസിനസ് നമ്മുടെ ഇൻഡസ്ട്രി നടക്കുന്ന ഒരു സമയമാണ് ഈ മാർച്ച്. അന്നേരം അതിനൊരു ഊർജ്ജവും പ്രചോദനമാകാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയേക്കുന്നത്. അടുത്തൊരു 10-15 minutes കൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യും. എനിക്ക് നിങ്ങളോടുള്ള ഒരു പേഴ്സണൽ റിക്വസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയം നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ലാസ്റ്റ് 2 weeks നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യലിൻ്റെ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ അവസാനത്തെ ആഴ്ച. അന്നേരം നിങ്ങൾ ഇന്ന് വന്ന എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ വരുന്ന വീക്കുകളിൽ വരണം. അത് നമ്മുടെ ഏറ്റവും നല്ല പ്ലാൻ ആയിട്ടുള്ള ഗെയിം. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരുടെയും റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും പീസ്ഫുൾ ആവുമ്പോഴാണ് അല്ലേ. പീസ്ഫുൾ മാത്രമല്ല, അത് ഗ്രാൻഡാണ്. അന്നേരം ഒരു സമയം കൂടി അതാരാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ക് പറയില്ല. പല വേദിയിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ തന്നെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാരാണ്. നമ്മൾ ഷൈൻ സാറ് റീജിയണൽ ഹെഡാണ് PNB മെറ്റ് ലൈഫിൻ്റെത്. ഓക്കെ, Hello. Hi. വീഡിയോ ഹായ്. ഓക്കെ, ആയിട്ടാ. ഇതിൽ നമ്മളൊരു രഞ്ജിത്ത് ഇവിടുത്തെ മെയിൻ ആളാണ്. നമ്മൾ റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈം. സോ അന്നേരം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ലൈഫ് എന്നുള്ള രീതി. ഓക്കെ, देख सबके नयन सुलग जाए मन, मेरी आज इस मौसम में लगी कैसे अगन, जिंदगी सावन सागरमा ആകാശഗോപുരം പൊന്മണി വീടയായി അഭിലാഷഗീതകം സാഗരമായി ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗ സീമയിൽ സ്വർണ്ണപ്പറവപ്പാറും നിറമേഘച്ചോരയിൽ വർണ്ണക്കൊടികളാടി. ഇത് നമ്മളെ സജുവാണ്. ഇത് നമ്മളെ PNB മെറ്റ് ലൈഫിൻ്റെ സ്റ്റാഫാണ്. ലിൻസി PI ആണ്, അതായത് പ്രീമിയർ ഇൻഷുറൻസ് മാനേജർ. സർ ആക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ പറയണം. ആക്ഷൻ നല്ലോണം കാണിച്ചു കൊടുക്കണം കേട്ടോ.